പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിക്ക് സുഖമില്ല എന്നുള്ള കാര്യം സൂര്യ ആരതിയെയും വിവേകിനെയും വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ ആരതി വീട്ടിലെത്തിയ ശേഷം നന്ദിനിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ സൂര്യ ഇളനീനൊക്കെ കൊടുന്ന് ആരതിയെ കൊണ്ട് നന്ദിനിയെ കുടിപ്പിക്കണം. അപ്പോൾ ആരതിയോട് ചോദിച്ചറിയുകയാണ് എന്തൊക്കെയാണ് നന്ദിനിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയാണ്, ഇനി ഈ വീട്ടിൽ സിഗരറ്റ് വലിക്കരുത്, അതുപോലെ കള്ളും കുടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടപ്പോൾ പെട്ടെന്ന് സൂര്യക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നാണ്. കാരണം സൂര്യക്ക് കള്ളു കുടിക്കാതിരിക്കാനും സിഗരറ്റ് വലിക്കാതിരിക്കാനും കഴിയാത്തത് കൊണ്ട് അപ്പോഴൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ ആരതി പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി 2 ആഴ്ചത്തേക്കെങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറയാണ്, കുഴപ്പമില്ല, തൽക്കാലം നന്ദിനിയുടെ അസുഖം മാറുന്നത് വരെയല്ലേ ഉള്ളൂ, അതുവരെ കുറച്ച് ദിവസം ഞാൻ കള്ളു കുടിക്കാതിരിക്കാം, സിഗരറ്റും വലിക്കാതിരിക്കാം, എന്നാലെങ്കിലും നന്ദിനിക്ക് പെട്ടെന്ന് മാറുമല്ലോ, അത് മതി എനിക്ക് എന്ന് പറഞ്ഞ് നന്ദിനിക്ക് വേണ്ടി സൂര്യ കള്ളുകുടിയും സിഗരറ്റ് വലിയും നിർത്തുകയാണ്. തൽക്കാലത്തേക്ക് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആരതി മണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മണിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. എന്താ മണിച്ചേട്ടാ, എന്ത് ജോലിയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മണി പറയാണ്, ഈ വീട്ടിലുള്ളവർക്ക് പാചകമൊക്കെ ചെയ്തു കൊടുക്കുകയാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ, അല്ല ചേട്ടന് ചിക്കൻ പോക്സ് പിടിപെട്ട വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കും അറിയാം, ഞാനും നാട്ടിൻപുറത്ത് ജീവിച്ചവനല്ലേ, എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഉപ്പധികം പാടില്ല എന്നും കറിയിൽ വറവിടാൻ പാടില്ല എന്നുള്ളതൊക്കെ, തക്കാളി ചേർക്കാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഞാനിതിൽ അതൊന്നും ചേർത്തിട്ടില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് അവിടേക്ക് യതീന്ദ്രൻ വരുന്നത്. എന്നിട്ട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, ആരതി നന്ദിനിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആരതി പറയണേ, നന്ദിനിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും അധികം പൊന്താനുണ്ട്, ഇനിയും അത് കുറച്ച് ദിവസത്തേക്ക് പൊന്തും, 4-5 ദിവസം കഴിയുമ്പോൾ കുറേശ്ശെ മാഞ്ഞു പോവുകയും ചെയ്യും, അതുവരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം എന്ന് പറഞ്ഞപ്പോൾ ആരതിയോട് യതീന്ദ്രൻ പറയണ, ആരതി നീ തന്നെ നന്ദിനിയോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും നന്ദിനിക്ക് വേണ്ടത് നീ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, അതെല്ലാം ഞാൻ നല്ല പോലെ ചെയ്തു കൊടുത്തോളാം എന്ന് പറയണേ. അങ്ങനെ യതീന്ദ്രൻ അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം മണി ആരതിയോട് പറയണം, നന്ദിനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം സൂര്യ സാർ അന്ന് നന്ദിനിയെ അടിച്ചത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആരതി, എന്ത്, സൂര്യ നന്ദിനിയെ അടിച്ചെന്നോ? അതെ, സൂര്യ സാറ് നന്ദിനിയെ ഒന്ന് അടിച്ചു. അപ്പോൾ ആരതി എന്തിനെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും മണി വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. സൂര്യ സാറ് ഒരു സ്നേഹത്തിലായിരുന്നില്ലേ, ആ പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായി ഒരു ഷർട്ട് എടുത്ത് വെച്ചിരുന്നു, നന്ദിനി ആ ഷർട്ട് കൊണ്ട് ടേബിളിൽ കറി പോയിരുന്നു, അത് തുടച്ചു, അത് കണ്ടുകൊണ്ടാണ് സൂര്യ സാറ് വന്നത്, അങ്ങനെയാണ് നന്ദിനിയെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പനി കാരണം ഇങ്ങനെ ചിക്കൻ ബോക്സ് ഉണ്ടായത് എന്ന് മണി പറഞ്ഞപ്പോൾ ആരതി പറയും, അതുകൊണ്ടൊന്നുമല്ല ചിക്കൻ ബോക്സ് ഉണ്ടായത്. അങ്ങനെ മണിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ആരതി ചെയ്തു കൊടുത്ത ശേഷം നന്ദിനിക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് പോവാൻ ഒരുങ്ങാണ്. ഈ സമയം നന്ദിനിക്കാണെങ്കിൽ ഉറങ്ങാൻ പോലും കഴിയാതെ വല്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൂര്യ റൂമിലുണ്ട്. അപ്പോൾ നന്ദിനിയോട് ചോദിക്കുകയാണ്, എന്താ നീ ഉറങ്ങാതെ കിടക്കുന്നു, നീ കുറച്ചു നേരം കൂടി കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ, അല്ല സൂര്യ സാർ, ഞാൻ കാരണം സാറിന് ഒരുപാട് ബുദ്ധിമുട്ടാണല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അല്ല, ഞാൻ കാരണം സാറിന് കള്ളുകൂടി നിർത്തേണ്ടി വന്നു, ഇപ്പോൾ സിഗരറ്റ് വലിക്കാനും പാടില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ സൂര്യ പറയണ, അത് കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ, അതൊന്നും എനിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നന്ദിനി പറയണ, അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് സൂര്യ സാറ് നിർത്തുന്നുണ്ടെങ്കിൽ അത് പിന്നെ സ്ഥിരമായി നിർത്താൻ സൂര്യ സാറ് ശ്രമിക്കണം. അത് നമുക്ക് നോക്കാം നന്ദിനി. ഇപ്പോൾ നന്ദിനി പറയണ, എൻ്റെ അനിയത്തിമാർ 2 പേർക്കും ഇതുപോലെ ചിക്കൻ പോക്സ് ഉണ്ടായതാണ്, അവരെ അന്ന് ആ സമയത്ത് പരിചരിച്ചതൊക്കെ ഞാനായിരുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതൊക്കെ. അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേച്ചി എന്നോട് പറഞ്ഞത്, തലക്കും ഭാഗത്തിരുന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്തിഗാനങ്ങൾ പാടണമെന്നും അറിയാവുന്ന ഈശ്വരന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ എൻ്റെ അനിയത്തിമാർക്ക് 2 പേർക്കും പെട്ടെന്നാണ് ചിക്കൻ ബോക്സ് ഇല്ലാതായത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യക്ക് തന്നെ അങ്ങ് അത്ഭുതം തോന്നാണ്. അപ്പോൾ സൂര്യ നന്ദിനിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് തൊട്ടടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ്, ഏത് ഭക്തിഗാനമാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ആരതി വരുന്നത്. അപ്പോൾ ആരതിയോട് കൂടി സൂര്യ ചോദിക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നത്, അത് ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട്, 108 ഭക്തിഗാനങ്ങൾ ഈശ്വരന്മാരുടെ പേരിൽ അറിയാവുന്ന ഈശ്വരന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് മാറും എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അത് എവിടെ നിന്നും കിട്ടും, ആ ഭക്തിഗാനത്തെ എങ്ങനെ കിട്ടും എന്നൊക്കെ സൂര്യ ചോദിച്ചറിയുമ്പോൾ ആരതി പറയാണ്, അത് ചില അമ്പലങ്ങളുടെ പരിസരത്തൊക്കെ വിൽക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ സൂര്യക്ക് പിന്നെ അത് വാങ്ങിച്ച് പഠിച്ചിട്ടെങ്കിലും എനിക്ക് നന്ദിനിയുടെ അസുഖം പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കണം എന്നുള്ള ചിന്ത
ചിന്തയാണ്. അങ്ങനെ സൂര്യ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ആരതിയും നന്ദിനിയൊക്കെ ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സൂര്യ നേരത്തെ എണീറ്റ് നന്ദിനിയുടെ തടത്ത് ഇരുന്നുകൊണ്ട് ഈ ഭക്തിഗാനങ്ങൾ മുഴുവനായിട്ടും കാണാതെ അങ്ങ് പാടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുന്നു. അപ്പം മണിച്ചേട്ടനൊക്കെ സൂര്യ സാറ് നല്ല ഭക്തിഗാനം പാടുന്നുണ്ടല്ലോ, എന്തു പറ്റി? പുതിയ ഒരു കാര്യമാണല്ലോ സൂര്യ സാറ് ചെയ്യുന്നത്, ഇതെന്തു പറ്റി സൂര്യ സാറിന് എന്നൊക്കെ മണി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സ്വയം മണി ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്. ഈ സമയം യതീന്ദ്രനും പത്മയും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യതീന്ദ്രനും പത്മയും അങ്ങ് സൂര്യയുടെ ഈ ഭക്തിഗാനം പാടുന്നത് കേട്ടപ്പോൾ അതിശയിച്ചു പോവാണ്. ഇതെന്താ സൂര്യ പതിവില്ലാതെ ഭക്തിഗാനം പാടുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് യതീന്ദ്രൻ നന്ദിനിയുടെ റൂമിലേക്ക് വരികയാണ്, എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വേദയും ഇന്ദ്രജയും വിജയനൊക്കെ അതിശയിക്കുകയാണ്. എന്നിട്ട് പത്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, അല്ല പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ അമ്മയുടെ മോൻ ചെയ്യുന്നത്, ഇതിപ്പോൾ എന്തു പറ്റി? ഇതുവരെയും പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്നത് പോലും നമ്മളാരും കണ്ടിട്ടില്ല, എന്നിട്ടിപ്പോൾ ഭക്തിഗാനമൊക്കെ പാടുന്നു, ഇത് എന്ത് അത്ഭുതം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ യതീന്ദ്രൻ ചെല്ലാണ്. എന്നിട്ട് യതീന്ദ്രനും നന്ദിനിയുടെ തൊട്ടടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ആരതിയൊക്കെ ഉണ്ട്. ഭക്തിഗാനം സൂര്യ പാടുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആരതിയും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് നന്ദിനി കണ്ണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നന്ദിനിക്ക് തന്നെ അതിശയാവാണ്, സൂര്യ കാണാതെ ഇതെല്ലാം പാടുന്നത് കേട്ടപ്പോൾ സൂര്യ സാർ ഇപ്പോൾ ഇതെങ്ങനെ പഠിച്ചു, ഇതെങ്ങനെ സൂര്യ സാറിനറിയാം ഈ ഭക്തിഗാനം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നന്ദിനി സൂര്യയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സൂര്യയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ തട്ടിയാണ് സൂര്യ ഈ ഗാനം പാടുന്നത്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആരതിയും യതീന്ദ്രനും സൂര്യയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഇത് സൂര്യ ചോദിക്കുകയാണ്, അല്ല എന്തു പറ്റി അച്ഛ, എന്നെ പതിവില്ലാതെ നിങ്ങൾ രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആരതി പറയുന്ന, അല്ല ഏട്ടൻ എങ്ങനെ ഈ ഭക്തിഗാനം അറിയാം, എങ്ങനെ ഏട്ടൻ ഇങ്ങനെ കാണാതെ അറിയാം? അപ്പോൾ ഏട്ടൻ ഈ ഭക്തിഗാനം അറിയാമായിരുന്നു, ഏട്ടൻ നല്ല ഭക്തിയോട് കൂടിയാണല്ലോ പാടിയത് എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ സൂര്യ പറയുന്ന, അല്ല ആരതി, നീ ഇന്നലെ പറഞ്ഞില്ലേ ഈ ഭക്തിഗാനത്തെക്കുറിച്ചുള്ള ബുക്കുകളൊക്കെ ഇപ്പം കിട്ടുമെന്നുള്ളത്, അപ്പം ഞാൻ അത് എവിടെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ എങ്ങനെ ഏട്ടന് കാണാതെ ഇതൊക്കെ പാടിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാനത് അപ്പം തന്നെ ഇരുന്ന് പഠിച്ചു, അങ്ങനെയാണ് എനിക്കിത് കാണാതെ പാടാൻ കഴിഞ്ഞത്. അപ്പോൾ നന്ദിനി പറയുന്നത് ശരിയാണ് ആരതി പറഞ്ഞത്, ഇത്ര ഭക്തിയോട് കൂടി ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവർ പോലും ഇങ്ങനെയൊന്നും കാണാതെ പാടാൻ കഴിയില്ല, അത്രയ്ക്ക് നന്നായിട്ട് തന്നെയാണ് സൂര്യ സാർ പാടിയത് എന്ന് നന്ദിനിയും പറയണം. സൂര്യ പറയണ, നന്ദിനി നീ ഇന്നലെ പറഞ്ഞില്ലേ ഈ പാട്ട് പാടിയാൽ പെട്ടെന്ന് നിൻ്റെ അസുഖം മാറുമെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് കാണാതെ പഠിച്ചതും ഭയഭക്തിയോട് കൂടി തന്നെ ഞാനിത് പാടിയതും. ഓ ആരതി പറയണേ, ഏട്ടൻ്റെ ഈ മാറ്റം അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല നന്ദിനി, നീ ഭാഗ്യം ചെയ്തവളാണ്. പിന്നെ ഈ വീട്ടിലുള്ള ആര് തന്നെ ദ്രോഹിച്ചാലും ഏട്ടനെ പോലെ ഒരാൾ കൂടെ ഉള്ളപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ഭാഗ്യം ചെയ്തവളാണ്, നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ ഒന്നിനും പേടിക്കേണ്ട എന്നൊക്കെ പറയണേ. അപ്പോൾ യതീന്ദ്രൻ പറയണേ, സൂര്യ നിന്റെ ഈ മാറ്റം അച്ഛന് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല, നീ നിന്റെ കള്ളുകുടിയും സിഗരറ്റുമൊക്കെ ഉപേക്ഷിച്ച് ഭക്തിയോട് കൂടി തന്നെ ഈ പാട്ട് ആലപിച്ചപ്പോൾ തന്നെ അച്ഛന് സന്തോഷമായി എന്നൊക്കെ യതീന്ദ്രനും പറയണേ. അപ്പോൾ സൂര്യ പറയണേ, നന്ദിനിയാണ് എന്നോട് പറഞ്ഞത് ഭക്തിഗാനം പാടിയാൽ പെട്ടെന്ന് തന്നെ ഭേദമാകുമെന്ന്, അതുകൊണ്ടാണ് ഞാനിത് കാണാതെ പഠിച്ചതും ഇത് പാടിയതും. അപ്പോൾ യതീന്ദ്രൻ പറയണേ, നിന്റെ ഈ മാറ്റം അത് അച്ഛന് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് യതീന്ദ്രൻ പോകുന്നത്. അങ്ങനെ നന്ദിനി സൂര്യയെ തന്നെ നോക്കി അങ്ങനെ ക്ഷീണിച്ചുറങ്ങി പോവാണ്. ഈ സമയം പത്മയും വേദയും ഇന്ദ്രജയും വിജയനും കൂടി സംസാരിക്കുകയാണ്. അമ്മയുടെ മോൻ്റെ ഈ മാറ്റം അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല, അവനിപ്പോൾ കള്ളുകൂടി നിർത്തി സിഗരറ്റ് വലിയും നിർത്തി, ഇപ്പോൾ ഇതാ ഭയഭക്തിയോട് കൂടി ഭക്തിഗാനമൊക്കെ പാടുന്നു, അവൻ ഇങ്ങനെ മാറിയാൽ പിന്നെ നമുക്കൊരിക്കലും അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല. വേദ പറയണേ, ഇങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇനിയിപ്പോൾ ആ ഒരു കടമ്പ കൂടുതൽ ബുദ്ധിമുട്ടാവാനാണ് സാധ്യത, ഇനിയാവുമ്പോൾ ഇനി എന്ത് ചെയ്യും അമ്മേ എന്ന് ഇന്ദ്രജ് ചോദിക്കുമ്പോൾ പത്മ പറയാണ്, എല്ലാത്തിനും എനിക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. വേദ പറയണ, അല്ല അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനായിരുന്നു സൂര്യ ഇത്രയും ദിവസം അവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചത്, പക്ഷെ ഇപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അമ്മയെ ദേഷ്യം പിടിപ്പിക്കലൊന്നുമല്ല അവൻ്റെ ലക്ഷ്യം, ഇപ്പോൾ മനസ്സറിഞ്ഞ് തന്നെ സൂര്യ നന്ദിനിയെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ വിജയൻ ചോദിക്കണ, അല്ല ആൻറ്റി എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? അപ്പോൾ പത്മ പറയണേ, ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക്
അവൾക്ക് വഴിയെ മനസ്സിലാവും, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ വിജയൻ പറയാണ്, ആ പുലി പതുങ്ങുന്നത് ഇരയെ പിടിക്കാൻ വേണ്ടിയാണ്, അതാവും ആൻറ്റി ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് മണി വരുന്നത്. അപ്പോൾ മണിയെ കണ്ടപ്പോൾ വേദയും ഇന്ദ്രജയും ചോദിക്കുകയാണ്, അല്ല എത്ര നേരമായി ഞങ്ങൾ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, നീ എന്താ ഭക്ഷണം എടുത്തുകൊണ്ട് വരാത്തത്? അയ്യോ ഞാൻ സൂര്യസാറ് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ പോയതാണ്, ഞാൻ ഇതാ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം. ആ എന്തിനാണാവോ നീ മെഡിക്കൽ സ്റ്റോറിൽ പോയത്? ഇപ്പോൾ പെട്ടെന്ന് മരുന്ന് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മണി പറയണം, അതൊന്നും എനിക്കറിയില്ല, സൂര്യസാറ് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ വേദ പറയണ ഇന്ദ്രജയോട്, ആ അതെ ചേച്ചിക്ക് മനസ്സിലായില്ലേ, അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ കൂടുതൽ നീ സംസാരിക്കാതെ ഭക്ഷണം എടുത്തുകൊണ്ട് വാ എന്ന് പറയണേ. അങ്ങനെ അവർക്കുള്ള ഭക്ഷണവുമായിട്ട് മണി വരിക കേട്ടോ. എന്നിട്ട് വായിൽ വെച്ചതോടുകൂടി അതിൽ ഉപ്പും പുളിയും എരിവും ഒന്നുമില്ല എന്ന് കാണുമ്പോൾ ദേഷ്യം പിടിച്ച് ആ ഭക്ഷണത്തിലേക്ക് തുപ്പാണ് വേദയും ഇന്ദ്രജി. ഇതെന്താണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ മണി പറയാണ്, ഇവിടെ ചിക്കൻ ബോക്സ് നന്ദിനിക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഭക്ഷണം ഒന്നോടുകൂടി ഉണ്ടാക്കാൻ പറ്റില്ല, ഉപ്പിടാൻ പാടില്ല, എണ്ണയിലും ഒന്നും ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ പത്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ പട്ടിണി കിടക്കണമെന്നുള്ളതോ, ഏതോ ഒരുത്തിക്ക് വേണ്ടി ഞങ്ങൾ എന്തിനാണ് ഇവിടെ പട്ടിണി കിടക്കുന്നത്, മര്യാദയ്ക്ക് രുചിയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നോ, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയും എന്ന് പറഞ്ഞ് മണിയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് പത്മ. മണി പറയണേ, അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല മേഡം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്, നീ കൂടുതൽ സംസാരിക്കാതെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തിരിക്കണം, എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് സ്വാദോടുകൂടി ഭക്ഷണം കഴിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾക്ക് പട്ടിണി കിടക്കാനൊന്നും പറ്റില്ല, പോയി നീ ഇതെല്ലാം രുചിയോടുകൂടി ഉണ്ടാക്കി കൊണ്ടുവാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് മണി അതെല്ലാം തന്നെ കൊണ്ടുപോയി വറവിടുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അവിടെ എല്ലാം നോക്കിക്കൊണ്ട് പല്ലി ഉണ്ടാവും. അങ്ങനെ ആ പല്ലി ആ കറിയിലേക്ക് അങ്ങ് ചാടുകയാണ്. അതോടുകൂടി മണി, അയ്യോ മേഡം ഒന്ന് ഇങ്ങോട്ട് ഓടി വാ എന്ന് പറഞ്ഞ് നല്ല ഒച്ചയോടുകൂടി വിളിക്കുകയാണ്. അപ്പോൾ പത്മയും വേദയും ഇന്ദ്രജയും വിജയനൊക്കെ ചെല്ലാണ്. ആ സമയത്താണ് കറിയിൽ ഇങ്ങനെ പല്ലി കിടക്കുന്നത് കാണുന്നത്. അത് കണ്ടതോടുകൂടി പത്മയ്ക്കും വേദയ്ക്കും ഇന്ദ്രജയ്ക്കും വിജയനൊക്കെ ഛർദ്ദിക്കാൻ വരികയാണ്. അപ്പം മണി പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് കറിയിലേക്ക് പല്ലി ചാടിയത്, ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാണ് ഇങ്ങനെ ഈ വീട്ടിലിപ്പോൾ നന്ദിനിയുടെ അസുഖം മാറുന്നത് വരെ ചെയ്യാൻ പാടില്ല എന്ന്, അപ്പോൾ നിങ്ങളത് കേട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ കറിയിലേക്ക് പല്ലി ചാടിയത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് കണ്ടപ്പോൾ ഛർദ്ദിക്കാൻ വന്ന് എല്ലാവരും അവിടെ നിന്ന് അങ്ങ് പോവാണ് ഭക്ഷണം കഴിക്കാതെ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.